ഒരു സാധാരണ ദിവസം എങ്ങനെയാണെന്ന് ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. നോർമലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ ആക്ടിവിറ്റീസ് ഒക്കെ കഴിയും ഒരു 7 o'clock ആക്കുമ്പോഴേക്കും. പിന്നെയും കുറച്ച് കുറച്ച് ടാസ്ക് ഉണ്ടാവും. അതൊക്കെ അമ്മ ചെയ്തോളും ട്ടോ. അതായത് ചോറ് വെക്കല് ഇങ്ങനെ. ബാക്കി കറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് സമയം ഞാൻ ഇരുന്ന് പഠിക്കും ട്ടോ. കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പുറകെ ആയിരിക്കും. പിന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വാങ്ങിക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതായത് എൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എൻ്റെ കയ്യിൽ കളക്ഷൻ ഓഫ് ബുക്സ് ആണുള്ളത്. എനിക്ക് ഈ ഡയറികളോടും എന്താ പറയാ അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസിനോട് ഒത്തിരി ക്രേസ് ആണ് കേട്ടോ. വളരെ ഭംഗിയുള്ള ക്യൂട്ട് ആയിട്ടുള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓരോ ബാഗിനകത്തും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഡയറീസ് വെച്ചിട്ടുണ്ട്. അതായത് തിങ്സ് ടു ബൈ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ അത് നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ വാങ്ങിക്കുക. വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. എനിക്ക് ഭയങ്കര ഇങ്ങനെ കുത്തിക്കുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഥകളും കവിതകളും ഒന്നും അല്ല, എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഇരുന്ന് പഠിച്ചു. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ തന്നെ ഒരു 3:30 വരെ പോകും ട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോളെ പിക്ക് ചെയ്യാനുള്ള സമയമായി. ഞാനൊരു ഈവനിങ് റൊട്ടീനിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞാൻ ആ മോളുടെ പുറകെ ആയിരിക്കും. അപ്പൊ ഞാൻ ആ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ സാഹചര്യം എന്നെ അതിനെ അനുവദിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് വീടിന്റെ തൊട്ടടുത്ത്, നമ്മുടെ വീട്ടിലെ പപ്പീസ് ഒന്നും അല്ല, പക്ഷെ വീട്ടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ സ്ട്രീറ്റ് ഡോഗ്സ് ആണ്. പക്ഷെ എന്നാലും അത് അവിടെ വലിയ ഉപദ്രവമൊന്നുമില്ല. അവിടെ ഇവിടെ കിടക്കും. ഇപ്പൊ കുട്ടികളായ ശേഷം ഇതിന് നല്ല രീതിയിൽ തന്നെ ഉപദ്രവമുണ്ട്. നമ്മുടെ ചെരുപ്പുകളൊക്കെ കടിച്ചു പൊട്ടിക്കുക, എടുത്തുകൊണ്ട് അവിടെ ഇവിടെയും കൊണ്ടിടുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഓടിക്കാനും മനസ്സ് വരുന്നില്ല. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിട്ടോ. ഞാനിങ്ങനെ കാണാതെ അതിന് എന്തേലൊക്കെ ഇട്ട് കൊടുക്കും. വീട്ടിൽ ആരെങ്കിലൊക്കെ കണ്ടാൽ ഭയങ്കര ചീത്ത കേൾക്കുട്ടോ എനിക്ക്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊരു ചെറിയ തോട്ടമുണ്ട്. തെങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ കനാല് വെള്ളം നമുക്ക് മലമ്പുഴ, പാലക്കാട് മലമ്പുഴ ഇറിഗേഷൻ കനാലാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിന്ന് വെള്ളം വിട്ടിരിക്കുന്നതുകൊണ്ട് പാടമൊക്കെ നനയുമല്ലോ. അപ്പൊ പാടത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ തെങ്ങ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് വെള്ളം എല്ലാം റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം നമ്മളിങ്ങനെ 2-3 തവണ വെള്ളം വരുന്നതിനനുസരിച്ച് നമ്മൾ റൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതും വളരെ നല്ല സുഖമുള്ള പരിപാടിയാണ്. പക്ഷെ അത് കഴിഞ്ഞു വരുമ്പോൾ അത്ര വലിയ സുഖം ഉണ്ടാവില്ല. നല്ല എടുപ്പുവേനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വലിയ പണിയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ട്ടോ, കുറച്ച് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവരെയൊക്കെ സഹായിച്ച് ഇങ്ങനെ അടുത്ത് നിന്നാൽ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം എനിക്ക് പൊതുവെ ഇടുപ്പ് വേദനയും കഴുത്ത് വേദനയൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഒരുപാട് ടാസ്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് റൂട്ട് ചെയ്യാൻ, വെള്ളം ഇങ്ങനെ റൂട്ട് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിൽ എക്സ്പേർട്ട് ആണെന്നാണ് എൻ്റെ തന്നെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളും ഒക്കെ ചെയ്തു. ഇത് മോളെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറെ സമയം ഇപ്പൊ പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ ഷാഡ്യം കാണിക്കായിരുന്നു. അപ്പൊ അവളെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ എടുത്തു തരുമോ ചോദിച്ചിട്ട് വീഡിയോ എടുപ്പിച്ചാണ്. പക്ഷെ കുഴപ്പമില്ല, എന്താണെങ്കിലും എടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങള് 3 പേരും കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് വരുന്നത്. അവളെയും കൂടെ ചെറുതായിട്ടൊക്കെ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യും. കാരണം ഈ മണ്ണിലോ അല്ലെങ്കിൽ ചെളിയിലൊന്നും കളിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലല്ലോ. അപ്പൊ അതും കൂടെ വേണ്ടി എക്സ്പോഷർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, ഭയങ്കര നല്ല സമയമാണ്. നമ്മൾ നന്നായിട്ട് വർത്താനം പറയുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും. അപ്പൊ അവൾക്കാണെങ്കിൽ വെള്ളത്തിൽ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കളിക്കാൻ പറ്റും. അവൾ എന്തൊക്കെയോ വീഡിയോസ് പറയാൻ കേട്ടോ, കൈ കൊണ്ടൊക്കെ കാണിച്ച് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. വലിയ വ്ളോഗറാണെന്നാണ് അവളുടെ വിചാരം. അപ്പൊ ചെറിയ ചെറിയ വിശേഷങ്ങളേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പൊ ബൈ.